2024 മാർച്ച് മാസം 4-ാം തീയതിയാണ് കാഞ്ഞിരവേലിയിൽ ഇന്ദിര എന്ന വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം കോതമംഗലം നഗരത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ അന്നും ചില ഉറപ്പുകൾ സംസ്ഥാന സർക്കാരും വനംവകുപ്പും നൽകിയിരുന്നു. ഈ സംഭവം നടന്ന് 9 മാസം പിന്നിടുമ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെട്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് അതിനുള്ള ഉത്തരവും. ഈ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചു. ഇന്ദിരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി. ഇതോടെ തീർന്നു സർക്കാരിന് കാഞ്ഞിരവേലി ഉൾപ്പെടെയുള്ള മേഖലയിൽ താമസിക്കുന്ന ആളുകളോടുള്ള കരുതൽ. സോളാർ വേലി പോയിട്ട് വഴിവിളക്കുകൾ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ഓരോ തെങ്ങ് നശിപ്പിച്ചേക്കണ കണ്ട നമ്മൾ സഹിക്കില്ല. ഓരോ റബ്ബർ ഞാൻ 200-300 റബ്ബർ വെച്ചിട്ട് എനിക്ക് ഇന്ന് കിട്ടണ 100-150 റബ്ബറാണ്. ബാക്കി ഇത് ആനയും കളഞ്ഞു, ബ്ലാവ്, കുരങ്ങ്, അണ്ണാൻ. ഒരു കൊക്കോയിൽ ഒരൊറ്റ നിങ്ങൾ നോക്കുക, ഈ കൊക്കോയിൽ ഒരു കായില്ല. ഞങ്ങളെങ്ങനെ ജീവിക്കുമ്പോഴേ അതേമാതിരി കഷ്ടപ്പെട്ട വേദനയോടുകൂടിയാണ് പറയണേ. ഇവർ അധികാരത്തിലിരിക്കണേ, മുഖ്യമന്ത്രിയുണ്ട്. ഇത് കാണുന്നില്ലേ ജനങ്ങളുടെ? ഇത് കാണുന്നില്ലേ? ഞങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ ഇവരൊക്കെ ഇരിക്കണേ. വനമന്ത്രിയുണ്ട്, എന്തിനാ അവിടെ ഇരിക്കണേ? ഉറക്കം തൂങ്ങിയിരിക്കണേ എന്തിനാ? 400-ലേറെ കുടുംബങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ താമസിക്കുന്നത് കഷ്ടിച്ച് 250 കുടുംബങ്ങൾ മാത്രം. ജീവനിൽ ഭയമുള്ളവർ വാടകയ്ക്ക് വീടെടുത്ത് മാറി. ഒരു നിവൃത്തിയുമില്ലാത്തവർ ഇവിടെ ഉറച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുന്നു. നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ആനകളെന്ന് വെച്ചാൽ മനുഷ്യന് ഉപദ്രവമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ആനയല്ല, നമ്മൾ ഓടി പുറകെത്തും, നമ്മൾ ഓടിക്കാൻ ചെല്ലണ്ട. അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്നെങ്കിൽ ട്രെഞ്ചും കൂടി താത്താവുന്നിടത്ത് ട്രെഞ്ചും കൂടി താത്തുക, എന്നിട്ട് ട്രെഞ്ചും കൂടി അല്ലാത്തടത്ത് നിലവിൽ ഞങ്ങൾക്ക് ഹാങ്ങിങ് ഫെൻസിങ് ഇടുക. ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേനും എല്ലാവരും വരും. ഇപ്പോൾ തന്നെ ശരിയാക്കി അതെന്ന് പറഞ്ഞുകൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ വഴിക്ക് പോലും കാണാനില്ല. ഇന്ദിരയുടെ ജീവനെടുത്ത കാട്ടാന ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്, കൂടാതെ മറ്റ് കാട്ടാനകളും. പുതിയ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നായിരുന്നു വാഗ്ദാനം. അത് നടപ്പിലായില്ല എന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന ഫെൻസിംഗ് ഒന്ന് അറ്റകുറ്റപ്പണി നടത്തി ചാർജ് ചെയ്യാൻ പോലും വനംവകുപ്പിന് കഴിഞ്ഞില്ല. ഇനിയൊരു മരണം സംഭവിക്കുമ്പോഴും പതിവ് പോലെ പ്രതിഷേധങ്ങളുണ്ടാകും. ഇത് പരിഹരിക്കാൻ വാഗ്ദാനങ്ങളും നൽകും. കാട്ടാന ഭീതിയിൽ നിന്ന് ജനത്തിന് പക്ഷേ മോചനം ഇനിയും അകലെയാണ്. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.